ഇന്ന് നമ്മൾ മലേഷ്യക്ക് പോവാണ് കേട്ടോ. മലേഷ്യക്ക് പോവാന്ന് പറഞ്ഞാൽ എപ്പോഴും പോണ പോലെ ഈ കോലാലംപൂറും ജെൻഡിങ്ങും ഒന്നുമല്ല. ഇത് നമ്മൾ പോകുന്നത് കാമറോൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ മലേഷ്യക്ക് പോകുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണല്ലോ പോയിരുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ വെറും 4 മണിക്കൂർ കൊണ്ട് നമുക്ക് മലേഷ്യയിലെത്താൻ പറ്റും. എയർ ഏഷ്യയുടെ കോഴിക്കോട് നിന്നുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോലാലംപൂരിലേക്ക്. ഒരു 1-2 മാസമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. രാത്രി ഒരു 11:30-ക്കൊക്കെ കയറി കഴിഞ്ഞാൽ അവിടുത്തെ 7 മണിക്ക് നമ്മൾ അവിടെ എത്തും. പക്ഷേ ഫ്ലൈറ്റ് ജേണി വെറും 4 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കോലാലംപൂർ എയർപോർട്ടിലെത്തി. നമ്മൾ വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ നമ്മൾ നേരിട്ട് കാമറോൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ കോലാലംപൂരും ജെൻഡിങ്ങും ഒക്കെ ആണല്ലോ പോവുക. അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായി ഫുള്ള് തേയിലത്തോട്ടങ്ങളും ഒരുപാട് പൂക്കളും ഗാർഡനുകളും ഒക്കെ ഉള്ള ഭയങ്കര അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ കാമറോൺ ഹൈലൻഡ്സ്. ഓൺ ദ വേ ഏതെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നിർത്താൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടോ. അപ്പം നിർത്തിയ ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഫുള്ള് വാഴയിലയിൽ ഭക്ഷണം, പിന്നെ രാവിലെ തന്നെ നല്ല മലേഷ്യൻ ഫിഷ് ഫ്രൈ കണ്ടോ, നല്ല കട്ടിയുള്ള ദശക്കട്ടിയൊക്കെയുള്ള നല്ല ഒരു മീൻ പൊരിച്ചതും മീൻ കറിയും. ഇനി ഇന്ത്യൻ പൊറോട്ട വേണമെങ്കിൽ പൊറോട്ട വരെ കിട്ടും രാവിലെ തന്നെ. പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് നോക്കുകയാണെങ്കിലോ ഒരുപാട് ഐറ്റംസ് കിട്ടും. നല്ല അടിപൊളി മീൻ കറിയും മീൻ പൊരിയും ഒക്കെ കിട്ടിയിട്ടോ രാവിലെ തന്നെ. വഴുതനങ്ങ ഇട്ടേക്കുന്നത് കണ്ടോ, മീനിൻ്റെ കൂടെ തന്നെ വഴുതനങ്ങയും പൊരിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു റവ ദോശ പറഞ്ഞു കേട്ടോ, റവ ദോശ, റവ ഒനിയൻ ദോശ. നല്ല നമ്മളെ ഈ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ഈ കലക്കി പറന്ന അപ്പം എന്നൊക്കെ നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ പറയില്ലേ, അതുപോലെ റവ ദോശയാണ്. കാണുമ്പോൾ അതുപോലെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ ഊത്തപ്പത്തിലെ പോലെ ഒനിയൻസും കുറച്ച് പച്ചമുളകും ഒക്കെ വെതറിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ സാമ്പാറും റെഡ് ചട്നിയും വൈറ്റ് ചട്നിയും ഒക്കെ ഉണ്ട്. സംഭവം നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമുക്കും ടേസ്റ്റ് ഒരു ചേഞ്ചിന് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇത് റവ ദോശ എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് റവയും കുറച്ച് അരിപ്പൊടി ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതിലേക്ക് ഓനിയനൊക്കെ ഇട്ടിട്ടേ നമുക്ക് ഈ കലക്കി പറഞ്ഞ അപ്പം ഈ നീർദോശ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, നല്ല ചൂടുള്ള പൊറോട്ട, നല്ല ചതുര പൊറോട്ട കേട്ടോ. അവിടുത്തെ പൊറോട്ട എങ്ങനെയാണ്, നമ്മളെ വട്ടത്തിൽ ചുറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സ്ക്വയർ ഷേപ്പുള്ള മൈദയുടെ പൊറോട്ടയാണ്. നല്ല ചൂടുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ അവസാനം ഐസ്ക്രീംസൊക്കെ, കുറേ വെറൈറ്റി ഐസ്ക്രീംസൊക്കെ ഉണ്ട്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ലാവൻഡർ ഗാർഡൻ ഓൺ ദ വേ കാണാനാണ് ഞങ്ങളെ പരിപാടി. കാമറോൺ ഹൈലൻഡ്സിൽ നമ്മൾ എത്തിയിട്ടോ. ഈ ലാവൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോറ ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ കാമറോൺ ഹൈലൻഡ്സിൽ കാണാൻ. കുറേ സ്ട്രോബെറി ഗാർഡൻസും ഒക്കെ ഉണ്ട്. ഇവിടെ അഡൽട്ട് ടിക്കറ്റ് 20 റിങ്കറ്റ് മണിയാണ്, കുട്ടികൾക്ക് 10 റിങ്കറ്റ് മണി കേട്ടോ. 20 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 350 രൂപ 300 രൂപയൊക്കെ വരും കേട്ടോ. ഫുള്ള് നല്ല വയലറ്റ് കളറുള്ള പെറ്റ്യൂണിയകളാണ് നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്തത്. ഇതാണ് ലാവൻഡറുകൾ കേട്ടോ. ഈ നീളത്തിൽ ഇങ്ങനെ നീണ്ട വയലറ്റ് കളറുള്ള പൂക്കൾ നന്നായി ഫുള്ള് മൂത്ത് കഴിയുമ്പോഴാണ് ഈ ഡാർക്ക് വയലറ്റ് ആവുക. ആദ്യം ഇങ്ങനെ ഒരു ലൈറ്റ് വയലറ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ലാവൻഡർ ഫാമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പെറ്റ്യൂണിയകളും ഫുള്ള് വയലറ്റ് കളറിലാണ്. അവിടുത്തെ ഒരുവിധം എല്ലാ ഫ്ലവേഴ്സും ഈ ലാവൻഡർ കളർ തീമിലാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണേ. കുറേ ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്. പിന്നെ കുറേ പൂക്കൾ കൊണ്ടും കുറേ ഫോട്ടോ പോയിൻറ്റ്സും ഒക്കെ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ദുബായിൽ പോകുമ്പോൾ മിറാക്കിൾ ഗാർഡനൊക്കെ അല്ലേ, അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഭംഗിയുണ്ടെന്ന് പറയാം. നല്ല ഭംഗിയുള്ള കുറച്ചും കൂടി നാച്ചുറൽ ലുക്കിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ കുറേ തൂക്കിയ കുറേ മരങ്ങൾ കണ്ടോ, കുറേ ഹൈഡ്രാഞ്ചികളുണ്ട് സൈഡിൽ. ഇനി കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ഹൈഡ്രാഞ്ചികളുണ്ട്. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന നീളത്തിലുള്ള പച്ച കളറുള്ള കുറേ ചെടികളുണ്ട് കേട്ടോ. അങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു സൊവനീർ ഷോപ്പൊക്കെ കാണാം. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറേ പാൻഡകളൊക്കെ, ഇങ്ങനെ പാൻഡകളുടെ പ്രതിമകൾ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കുറേ പാൻഡ പ്രതിമകളും. ഒരു ഫോട്ടോ സ്പോട്ടാണിത്. അവിടേക്കാണ് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ സ്ട്രോബെറി സെൽഫ് പിക്കിങ് ഏരിയ ഉണ്ട്, സ്ട്രോബെറി ഫാം ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പിന്നെ കഫേയും സൊവനീർ ഷോപ്പും മഷ്റൂംസും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടോ, കുറേ ഫോട്ടോസൊക്കെ ആൾക്കാർ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു സൊവനീർ ഷോപ്പുണ്ട് സൈഡിലേക്ക് കേട്ടോ. അതിൽ കൂടിയാണ് നമുക്ക് ഇങ്ങനെ എൻട്രി ഉള്ളത്. അതിൽ കയറുമ്പോൾ ഇങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റിയത്. ഈ ലാവൻഡർ തീമിലുള്ള കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി ഗാർഡൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് സ്ട്രോബെറി തീമിലുള്ള കുറേ ബാഗുകൾ, ഹാറ്റുകൾ, സ്ട്രോബെറിയുടെ ഷേപ്പിലുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ലാവൻഡർ കളേർഡായിട്ടുള്ള കുറേ ഡ്രസ്സ്, ഫുള്ള് ലാവൻഡറും അതുപോലെ സ്ട്രോബെറിയുടെയും തീമിലാണ് കേട്ടോ ആ സൊവനീർ ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ അതിലൊക്കെ ഞങ്ങളൊന്ന് കയറി ഇറങ്ങി. പിന്നെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നടന്നു. മുകളിൽ ഇങ്ങനെ ഫുള്ളിങ്ങനെ ഗാർഡൻ ഇങ്ങനെ ലൈനായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ കുറേ ഇടവഴികളും നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ ലാവൻഡർ ഗാർഡനൊക്കെ കാണുമ്പോൾ. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാമറോൺ ഹൈലൻഡ് എന്ന് പറഞ്ഞൊരു ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോൾ അടുത്തറിഞ്ഞിട്ടുള്ളൂ. മലേഷ്യയിൽ ഞങ്ങൾ 2 പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ കോലാലംപൂരും ജെൻഡിങ്ങും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ പോയപ്പോൾ നമ്മൾ ലങ്കാവിയിലും പോയി. ഇങ്ങനെ കാമറോൺ ഹൈലൻഡിൽ ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഫ്ലൈറ്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്.
അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് എത്താനും പറ്റും. വെറും 4 അവേഴ്സേ ഉള്ളൂ. കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഒരു 3 മാസം മുമ്പ് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് വളരെ ചീപ്പായിട്ട് നമുക്കൊരു 11,000 റുപ്പീസിന് 2 വേ ഫ്ലൈറ്റ് നമുക്ക് കോഴിക്കോട് നിന്ന് കിട്ടി കേട്ടോ. ഇത് കണ്ടോ, ലാവൻഡർ നല്ല മൂത്ത് നിൽക്കുന്ന ലാവൻഡർ കണ്ടില്ലേ, നല്ല ഡാർക്ക് വയലറ്റ് പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കാണാൻ കേട്ടോ. നല്ല സ്മെല്ലുമാണ്. അതിൻ്റെ അടുത്ത് കൂടി നടക്കുമ്പോൾ തന്നെ ശരിക്കുള്ള നമ്മുടെ യാഡ്ലിയുടെ പെർഫ്യൂമിൻ്റെയും യാഡ്ലിയുടെ പൗഡറിൻ്റെയും ഒക്കെ ആ സ്മെല്ലിങ്ങനെ നമുക്ക് മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ലാവൻഡർ കഫേ കാണാം കേട്ടോ. ആ കഫേയിൽ നല്ല അടിപൊളി ഫുഡാണ്. കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതല്ലേ, അപ്പോൾ നമുക്ക് ഈ ലാവൻഡർ കഫേയിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കട്ടോ. ഇവിടുത്തെ ഒരു സ്ട്രോബെറി ഷേക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കുറേ റിവ്യൂസും കുറേ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ട്രോബെറി ഷേക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രഷ് സ്ട്രോബെറീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കപ്പിലുള്ള ഒരു ക്രീമും യോഗേർട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സാധനം ഉണ്ടെന്ന് കേട്ടിരുന്നു. അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഓൾറെഡി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ലാവൻഡറും സ്ട്രോബെറിയും തീമാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ അധികം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ക്രോയിസൻ്റ് ഉണ്ട്, പിന്നെ ഈ ട്വിസ്റ്റ് ഡോനട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് ഒരു ബന്ന് പോലത്തെ ഒരു സാധനം, പിന്നെ സാധാരണ നമ്മളെല്ലായിടത്തും ഉണ്ടാകുന്ന പോലത്തെ ക്രോയിസൻ്റ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഹാർട്ട് ഷേപ്ഡ് ആയിട്ട് പൂക്കൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് വരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിക്കൊണ്ട് നടന്നിട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള പൂക്കൾ ഇങ്ങനെ, ഈ നമ്മൾ ദുബായിൽ പോയപ്പോൾ നമ്മൾ മിറാക്കിൾ ഗാർഡനിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പല ഷേപ്പിലും പൂക്കളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെയൊക്കെയാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈ പിന്നെ കണ്ടോ, ചെറിയ ഒരു കുഴിയായിട്ട് ഒരു പ്രത്യേക പാറ്റേണിലാണ് അവിടുത്തെ ഫ്രഞ്ച് ഫ്രൈ. കുറച്ചും കൂടി തിക്കുമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്ട്രോബെറി ഷേക്ക് അതൊന്ന് ഓർഡർ ചെയ്തിട്ടോ. സംഭവം നല്ല കിഡിലൻ ടേസ്റ്റാണ്. നമ്മുടെ പോലെ പാക്ഡായിട്ട് വരുന്ന ഓൾഡായിട്ടുള്ള പഴയ സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കിയതല്ല, നല്ല ഫ്രഷായിട്ട് ഫ്രഷായിട്ട് പറിച്ചെടുത്ത സ്ട്രോബെറീസ് കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രോബെറി ഷേക്കാണ്. അതിൻ്റെ മുകളിൽ നല്ല ക്രീമൊക്കെ ഇട്ട് നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ഓറിയോ കേക്കും വാങ്ങി കേട്ടോ. അത് നല്ല ടേസ്റ്റ്. ഓറിയോ ചോക്ലേറ്റ് കേക്കാണ് സംഭവം. നല്ല ക്രീമിയും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അവിടുത്തെ കേക്കും ഫ്രഞ്ച് ഫ്രൈസും സ്ട്രോബെറി ഷേക്കും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്രഷ് സ്ട്രോബെറീസും യോഗേർട്ടും ക്രീമും കേക്കും ഒക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു കിഡിലൻ സാധനം കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. ഓറി കേക്ക് എന്നാണ് ഇവർ ഇതിൻ്റെ പേര് എഴുതിയേക്കുന്നത് കേട്ടോ. 14 റിങ്കറ്റ് മണിയാണ് ഒരു കപ്പിന് റേറ്റ്. 14 റിങ്കറ്റ് മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 240-230 റുപ്പീസൊക്കെ വരും കേട്ടോ. പിന്നെ ഈ ലാവൻഡർ ടേസ്റ്റുള്ള ലാവൻഡർ എസൻസ് ഒക്കെ ഇട്ടിട്ടുള്ള കുറേ ലാവൻഡർ കേക്കുകളൊക്കെ ഉണ്ട്. ലാവൻഡറിൻ്റെ ഒരു ഫ്ലേവർ കേക്കിലേക്ക് ചേരുമെന്ന് അറിയാത്തായിരുന്നു നമ്മൾ ട്രൈ ചെയ്തില്ല. എന്നിട്ട് ആ കഫേയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ ഭയങ്കര അപാര വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ള കുറേ ഇങ്ങനെ പുഴകളും മലകളും നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ക്യാമറോൺ. നമ്മുടെ കേരളത്തിലെ ഈ മൂന്നാറിലൊക്കെ പോയ പോലെ ഉള്ളൊരു ഫീലാണ് കേട്ടോ നമുക്ക്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, ലാവൻഡർ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളായിട്ടുള്ളൂ, നന്നായി മൂത്തിട്ടില്ല. പിന്നെ ചെറുതായിട്ട് ഇളം വയലറ്റ് നിറത്തിലാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ നന്നായി ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് നല്ല ഡാർക്ക് വയലറ്റ് കളറാവുക. അവിടെ ഇങ്ങനെ ഫുൾ ഗാർഡനുകളാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ പാടത്തും പറമ്പിലൊക്കെ കാണുന്ന പുല്ലില്ലേ, ആ പുല്ല് ഇങ്ങനെ നല്ല ഭംഗിയിൽ വളർത്തിയേക്കുക. നമ്മളിങ്ങനെ ഊരി വിടൂലേ സാധാരണ പണ്ട് കുട്ടിക്കാലത്തൊക്കെ പാടത്ത് കൂടിയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഊതി പ്രത്തി കളയുന്ന ഒരു പുല്ലുണ്ടല്ലോ, ആ പുല്ലിങ്ങനെ നല്ല ലൈനായിട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ജറപറകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ്, ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ, ഒരുപാട് നല്ല ഭംഗിയുള്ള ചെറുപറങ്ങളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഡാർക്ക് പിങ്ക്, പിന്നെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ്, ഒരു ലൈറ്റ് പിങ്ക്, റെഡ് ഉണ്ടോ, ഒക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് ചെറുപറകളുണ്ട്. ഇതിൻ്റെ തയ്യും കുറേ വിത്തും അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകാനുണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഒരു പിങ്കും വൈറ്റും ഒക്കെ മിക്സഡ് കോമ്പിനേഷൻസും കുറേ ഓറഞ്ചും പിന്നെ കുറേ ഹൈഡ്രാഞ്ചിയകളും. അങ്ങനെ ഒരു അടിപൊളി ഗാർഡൻ, നല്ല ഈ ഒരു ഗാർഡൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ശരിക്കും അവർ കാണിച്ചു തരുന്നുണ്ട്. ആ ചട്ടികളൊക്കെ വെക്കാനൊരു പ്രത്യേക സ്റ്റാൻഡുകളും, ഇതൊക്കെ ലാവൻഡറാണേ. അങ്ങനെ നിറയെ ലാവൻഡറുകളും മുകളിൽ നിറയെ വയലറ്റ് പെറ്റ്യൂണിയകളും എല്ലാം, ഒരു ഏരിയ മുഴുവൻ വയലറ്റ് കളറാണ് കേട്ടോ. ഫുൾ ലാവൻഡർ തീമിൽ. ഇത് കണ്ടോ, ഈ ചെറുപറ എന്ത് ഭംഗിയാണ്, നടുക്ക് ഫുൾ ഡാർക്ക് പിങ്കും ചുറ്റും ഒരു ക്രീം കളറും ഒക്കെ ആയിട്ട് എല്ലാം നല്ല ഭംഗിയുള്ള നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരുപാട് പൂക്കളുണ്ട്. പൂക്കളുടെ ഇടയിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ ബോൾസങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ബോൾസങ്ങൾ പല പല കളറിലുണ്ട്. പിങ്ക് കളറും റെഡും ഒക്കെ ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് ബോൾസാണ്. നല്ല ഭംഗിയുള്ള കുറേ പ്ലാന്റ്സ് അവിടെയുണ്ട്. ഇതൊക്കെ ലാവൻഡർ കണ്ടോ, കുറച്ചും കൂടി മൂത്തിട്ടുള്ള നല്ല ഡാർക്ക് വയലറ്റ് കളറുള്ള ലാവൻഡർ, ലൈറ്റും ഡാർക്കും അങ്ങനെ പല പല മൂപ്പിലുള്ള ഒരുപാട് ലാവൻഡേഴ്സ് ഉണ്ട്. പിന്നെ കുറേ കുട്ടി ഏഞ്ചൽസിൻ്റെ പ്രതിമകളും ഒരു ചെറിയ ഫൗണ്ടെയിനും ഒരു ചെറിയ പോണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ.
അവിടെയൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ പരത്തി ഇരിക്കാനൊക്കെ പറ്റിയ ആകൃതിയിൽ വെച്ചിട്ടുണ്ട്. കുറേ നല്ലൊരു ഫോട്ടോ സ്പോട്ടുമാണ്. ഇവിടെ ഇരുന്ന് കുറേ ഫാമിലി ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ആന്തൂറിയങ്ങളുടെ ഏരിയയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് റെഡ് ആന്തൂറിയങ്ങളൊക്കെ നിലത്ത് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ നിലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചട്ടിയിലല്ല, ഒരു കവർ കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ പുഴുക്കടിയൊന്നും വരാതിരിക്കാനായിരിക്കും. കുറേ വൈറ്റ് ആന്തൂറിയങ്ങളും റെഡ് ആന്തൂറിയങ്ങളും ഒക്കെ ഉണ്ട്, കണ്ടോ? നല്ല ഭംഗിയുള്ള ഒരുപാടെണ്ണം ഒന്നിച്ചിങ്ങനെ വളരുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ഈ 1-2 എണ്ണം ചട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ ഇന്ന് ചെറിയ 1-2 ഫൗണ്ടെയിൻസ് ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഗാർഡൻ കുറേ നീണ്ട് നിവർന്ന് കിടക്കാൻ കേട്ടോ. ഒരുപാട് കൂടി നടക്കാൻ തന്നെയുണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ ഒരു കോണി കയറി മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് സ്ട്രോബെറി ഗാർഡൻ. പിന്നെ കുറേ പച്ച കളറിലുള്ള നല്ല ഭംഗിയുള്ള കുറേ ഈ പച്ച ഇല മാത്രമുള്ള പൂക്കൾ ഉണ്ടാവാത്ത ഒരുപാട് ടൈപ്പ് ചെടികളുണ്ട്. ആന്തൂറിയങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രോബെറിയുടെ ഓറി കേക്കിന് എഴുതിയിട്ടില്ലേ, അത് ഞങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്തു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കേക്കും ഫ്രഷ് ക്രീമും എല്ലാം കൂടി ഇട്ടിട്ടാണ്. സ്ട്രോബെറി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പാക്ഡായിട്ട് വരുന്ന ആ സ്ട്രോബെറി കഴിക്കുന്ന ഒരു ഫീലല്ല കേട്ടോ. നല്ല ഒറിജിനൽ സ്ട്രോബെറി ഇങ്ങനെ കറക്റ്റായിട്ട് ചെടിയിൽ നിന്ന് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ആ ഫ്രഷ്നെസ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ട്രോബെറി എസൻസ് ഇട്ട സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കും ഒരു യോഗേട്ടിൻ്റെയും ഒരു ക്രീമിൻ്റെയും ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സംഭവം നല്ല കിടിലനാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണെങ്കിലും ഒരു 250 രൂപയ്ക്ക് ഇന്ത്യൻ റുപ്പിയിൽ ഇതിന് വരും. ഒരു 14 റിങ്കറ്റൊക്കെയാണ് കേട്ടോ വരുന്നത്. എന്നാലും സംഭവം നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളിങ്ങനെ കോണി കയറി മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഫാം കാണാൻ പറ്റും. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സ്ട്രോബെറികൾ ഒന്നായിട്ട് വളരുകയാണ്. കണ്ടില്ലേ, ഈ സ്ട്രോബെറി പിക്കിങ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇവർ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഗേറ്റ് നമുക്കൊരു സൈഡിൽ അവർ തുറന്നു തരുന്ന നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് നല്ല പഴുത്ത സ്ട്രോബെറികൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാം. നമ്മൾ ഈ യൂറോപ്പിൻ്റെയൊക്കെ കുറേ വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും കാണാമല്ലോ, എല്ലാവരും ഇങ്ങനെ ഈ സ്ട്രോബെറി പിക്കിങ്ങിന് പോകുന്നത് ഒരു കൊട്ടയൊക്കെ കൊണ്ട് ഇങ്ങനെ സ്ട്രോബെറി പിക്കിങ്ങിന് പോയി പറിക്കുന്നതൊക്കെ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട പഴുത്ത സ്ട്രോബെറി നമ്മൾ ഹാൻഡ് പിക്കിംഗ് ആണ്, നമ്മൾ കൈ കൊണ്ട് തന്നെ പറിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ റേറ്റ് പറയുന്നത് 1/2 kg വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 200 ഗ്രാം വേണമെങ്കിൽ അങ്ങനെ, 1 kg വേണമെങ്കിൽ അങ്ങനെ. അതിനൊക്കെ ഓരോ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങുന്നതിനേക്കാളും അവിടെ സ്ട്രോബെറി വിൽക്കാനുണ്ട്. അവരിങ്ങനെ മൂത്തത് നോക്കി പറിക്കുന്നുണ്ട്, ഒരു ചാക്കിലേക്ക് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ആക്ടിവിറ്റി ആയിട്ട് അവിടെ ഉണ്ട്. കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ വാങ്ങുന്നതിനേക്കാളും നമ്മൾ സെൽഫ് പിക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ പിന്നെയും കുറേ വയലറ്റ് പെറ്റ്യൂണിയകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. എന്തായാലും ക്യാമറോൺ ഹൈലൻഡ്സ് മലേഷ്യ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു 4 മണിക്കൂർ ജേണി ഉണ്ട് കോലാലംപൂരിൽ നിന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ, ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോകാം. നല്ല ഭംഗിയുള്ള നല്ല തണുപ്പുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ ക്യാമറോൺ. കുറേ നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോ പോയിൻറ്റ്സും ഊഞ്ഞാലുകളും എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല പൂക്കളുണ്ട്, ഒരുപാട് ലാവൻഡർ ഗാർഡൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഫ്ലോറ പാർക്ക് അങ്ങനെയൊക്കെ കുറേ കാണാനുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയൊക്കെ കാണിക്കാം. ഇത് കണ്ട കുറേ മുളകുകൾ, പല മുളക് ഒരേ ചെടി തന്നെ, വയലറ്റും മഞ്ഞയും വെള്ളയും അങ്ങനെ ഒരുപാട് ടൈപ്പ് മുളകുകൾ കണ്ടില്ലേ. ഒരു 3-4 ടൈപ്പ് മുളകുകൾ ബഡ് ഉണ്ടാക്കിയേക്കാൻ തോന്നുന്നു. ഇതാണ് പിന്നെ നമ്മൾ പഴയ സയൻസ് ബുക്കിലൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, പിക്ചർ പ്ലാന്റ്, ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. ഇൻസെക്റ്റ് എന്തെങ്കിലും ഉള്ളിൽ വന്നിരുന്നാൽ അതിൻ്റെ അടപ്പിൽ ലിഡ് അടയ്ക്കും, എന്നിട്ട് അതിനെ ഫുള്ള് ഡൈജസ്റ്റ് എൻസൈംസ് കൊണ്ട് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നൊക്കെ പറയുന്ന ആ പിക്ചർ പ്ലാന്റ്. നിറയെ പിക്ചർ പ്ലാന്റുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക കേട്ടോ, നല്ല സൈസുള്ളത്. ഈ ക്യാമറോൺ ഹൈലൻഡ്സ് ഈ പിക്ചർ പ്ലാന്റിന് ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ മോസി ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റിലേക്ക് ട്രക്കിങ്ങിനൊക്കെ പോയാൽ ധാരാളം ഇത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഇവരൊരുപാട് ലാവൻഡർ ഗാർഡനിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നു പോണ എക്സിറ്റിൻ്റെ വഴി ഫുള്ളിങ്ങനെ ഷോപ്പിംഗ് ഏരിയയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ല ടൂർ പോകണ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ ഒരു മാർക്കറ്റിൽ കൂടിയൊക്കെ നടക്കണ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഈ കാക്ടസുകളൊക്കെ 10 റിങ്കറ്റിനൊക്കെ നമുക്ക് ഈ 4-5 ചെടികൾ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് 4-5 എണ്ണമൊക്കെ ഞങ്ങൾ വാങ്ങി. 10 റിങ്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ 200-250 രൂപയുള്ളൂ. പിന്നെ നല്ല ഭംഗിയുള്ള കുറേ പൗച്ചുകളുണ്ട്, കുറേ ഐസ്ക്രീംസും ഡോനട്ട്സും അങ്ങനെ അവരുടേതായ കുറേ അവിടുത്തെ കുറേ ഫ്ലേവേഴ്സുള്ള ലാവൻഡർ ഫ്ലേവറുള്ള ഐസ്ക്രീമും കേക്കും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറേ കീ ചെയിനുകൾ, കുറേ ക്യാപ്പുകളും കുറേ അങ്ങനെ ഒരുപാട് ഐറ്റംസ്, കുറേ ചെറിയ സോവനീസ്. ഇതാണ് ഇവരുടെ ഈ പോപ്സിക്കിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഐസ്ക്രീമാണ്. പല ഫ്ലേവറിലും ഈ പോപ്സിക്കിൾസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സോസേജസ് ഉണ്ട്, നഗ്ഗറ്റ്സ് ഉണ്ട്. അങ്ങനെ വിശക്കുമ്പോൾ അത്യാവശ്യത്തിനൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക്. അതിൻ്റെ ഉള്ളിൽ തന്നെ ലാവൻഡർ ഗാർഡനിൽ തന്നെ കുറേ കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് കണ്ടോ, അവർ സ്റ്റീം ചെയ്തെടുക്കുന്ന കോണാണ്, നമ്മളെ ഈ സാധാരണ സ്വീറ്റ് കോൺ പോലെ. പിന്നെ ഈ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത് അവിടെ എല്ലാവരും ഭയങ്കര കോമൺ ആയിട്ട് ക്യാമറോണിൽ കഴിക്കാനാണ്. പിന്നെ ഈ ക്യാമറോൺ ഹൈലൻഡിൻ്റെ പേര് എഴുതിയ കുറേ ടീഷർട്ട്സും സ്വെറ്റേഴ്സും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. കെലോർ എന്ന് പറഞ്ഞ എക്സിറ്റാണ്.
അവരുടെ മലേഷ്യൻ ഭാഷയിൽ കുറേ ദിവസം മലേഷ്യയിൽ കറങ്ങി നടക്കുമ്പോൾ എല്ലാവർക്കും അത് പഠിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ എക്സിറ്റ് പോയിന്റിലെത്തി. അവിടെ കണ്ടോ ഇങ്ങനെ ഒരു കോക്കനട്ട് വാട്ടറാണ് കേട്ടോ. സാധാരണ കോക്കനട്ട് അല്ല, സീ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ വിയറ്റ്നാമിൽ പോയപ്പോൾ കണ്ടിരുന്ന സീ കോക്കനട്ട് എന്ന് പറഞ്ഞത് പ്രത്യേക തരം തേങ്ങയാണ്. അതിൻ്റെ വെള്ളമാണത്. കുറച്ച് ഡാർക്ക് കളറിൽ നമ്മളെ തേന് പോലെ ഈച്ച വരാതിരിക്കാൻ ഇവർ കാണിച്ചേക്കുന്ന ഒരു ട്രിക്ക് ഉണ്ടല്ലേ, തന്നെ കറങ്ങുന്ന ഒരു ചെറിയ വിഷറി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുകയാണ്. ഈ സീ കോക്കനട്ട് വാട്ടർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 5 റിങ്കറ്റ് മണിയാണ് ഒരു ഗ്ലാസ്സിന്. ഞങ്ങൾ എന്താണോ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഏതായാലും ഒരു ഗ്ലാസ് വാങ്ങി ടേസ്റ്റൊക്കെ ചെയ്തു. ഇത് പിന്നെ ഇവരുടെ മലേഷ്യക്കാരുടെ ഒരു സ്പെഷ്യൽ അപ്പമാണ് കേട്ടോ. കാരി ആയം എന്നാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. ഉള്ളിലൊരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട്. ഇത് മത്തൻ്റെ ഇല ഫ്രൈ ചെയ്തതാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ. സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത്. നമ്മൾ ഈ മത്തൻ്റെ ഇലയൊന്നും ഇതുവരെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടില്ലല്ലോ. ഇതാണ് സീ കോക്കനട്ട് വാട്ടർ. സംഭവം നല്ല നമ്മുടെ ഒരു നന്നാരി സർവത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കോഴിക്കോട്ട് നിന്നൊക്കെ ഉള്ളവരും ഈ മലബാർ ഏരിയയിലുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് മലേഷ്യ വിസിറ്റ് ചെയ്യാം. വളരെ ചെറിയ ഫ്ലൈറ്റ് റേറ്റിൽ 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ഫ്ലൈറ്റ് എയർ ഏഷ്യയുടേത് ഉണ്ട് കേട്ടോ. അങ്ങനെ മലേഷ്യയിൽ പോകുമ്പോൾ ഒരു കാമറോൺ ഐലൻഡ് ട്രിപ്പും കൂടി, കാമറോൺ ഐലൻഡും കൂടി ഒന്ന് മിസ് ചെയ്യാണ്ട് കാണുക. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അടുത്ത എപ്പിസോഡ്സിൽ